നെന്മാറ വല്ലങ്ങി വേലയുടെ സുഗമമായ നടത്തിപ്പിന് നെന്മാറ പഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. വേലനാളുകളിൽ എല്ലാവർക്കും വെള്ളവും വെളിച്ചവും ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് യോഗം നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മിക്കയിടങ്ങളിലും പൈപ്പുകൾ സ്ഥാപിച്ച് ശുദ്ധജലം എത്തിക്കും. വേല കാണാൻ എത്തുന്നവർക്കായി ശുചിമുറി സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. പഞ്ചായത്തിലെ പെട്രോൾ പമ്പുകളിലെ ഉൾപ്പെടെയുള്ള ശുചിമുറികൾ ഇതിനായി പ്രയോജനപ്പെടുത്തുമെന്ന് യോഗം അറിയിച്ചു. സുരക്ഷ ഉറപ്പാക്കാൻ 1400ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. ആനയെഴുന്നള്ളത്ത് ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കും. വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് നെല്ലിക്കുളങ്ങര ക്ഷേത്ര പരിസരത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കില്ല. ഇതിനായുള്ള നടപടികൾ കൈക്കൊള്ളാനും യോഗം നിർദ്ദേശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ ഈ വേല എന്ന് പറഞ്ഞ ഉത്സവം നല്ല രീതിയിൽ നടത്താൻ കഴിയൂ. പഞ്ചായത്ത് ഇവിടെ പറഞ്ഞ മതിയായ കുടിവെള്ളവും ടോയ്ലറ്റ് സൗകര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ അത്യാവശ്യം 1-2 പെട്രോൾ പമ്പ് ഉണ്ട് അല്ലേ, ഒരു 4-5 പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ ഒന്ന് ശുചീകരണ മുറി ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് വരുന്നവർക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ആ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കുറേ CCTV ക്യാമറകളുണ്ട് അല്ലേ, അതിപ്പോൾ വർക്ക് ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അത് അടിയന്തരാവസ്ഥയിൽ അതിൽ ഈ ഒരു സംഭവം നേരെയാക്കാനുള്ള ഒരു ക്രമീകരണം ചെയ്യാം. കാരണം നമ്മുടെ ഇപ്പോൾ നാടിൻ്റെ അവസ്ഥ അറിയാം, ലഹരി വളരെയായിട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഉത്സവത്തിന് വരുന്നവർ കൂടുതലല്ല ഒരു 60-70% ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ ലൈറ്റ് വെളിച്ചം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടുതലും ഈ സംഭവം ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാറയുണ്ട്, ചെറിയ പാറ. അവിടെയാണ് സാധാരണ എല്ലാവരും അടിഞ്ഞു കൂടുന്ന ഒരു സ്ഥലം. അവിടെ നമ്മൾ ആരും അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയയാണ്. പോലീസിന് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്തൊരു ഏരിയയാണ്. കാരണം വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് പോലീസിന് അങ്ങോട്ട് കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് വളരെ വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ സ്ട്രീറ്റ് ലൈറ്റ് വെക്കേണ്ടത്. വൈസ് പ്രസിഡന്റ് C. പ്രകാശൻ, മറ്റു മെമ്പർമാർ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.